കൊതിപ്പിക്കുന്ന രുചിയിൽ സ്നാക്സ് ബേ ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വിളിക്ക് വീട്ടിലെത്തും. വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ്. പൊന്നാനി, ഈശ്വരമംഗലം, നരിപ്പറമ്പ്, തവനൂർ, അയങ്കലം, ആലത്തിയൂർ, പുറത്തൂർ, മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ, ഉടൻ ഓർഡർ ചെയ്യും. ഞങ്ങളുടെ ഈ രാഷ്ട്രീയ കൂട്ടിന് മുന്നിൽ ഇനി ഇവിടുത്തെ ഒരു കാര്യം ഇത് കേരളത്തിന്റെ മണ്ണാണ്. ഗാന്ധിജി വിഭാവനം ചെയ്ത ആത്മവിശ്വാസത്തോടെ നൽകിയ അവകാശങ്ങൾ തിരിച്ചുപിടിക്കാൻ ഈ അമ്മമാർ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ ഭരണശിലാകേന്ദ്രത്തിന്റെ പണിക്കിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു പറയുന്നു. ആ കളി ഈ കളി തന്നെയാണോ? അല്ലെങ്കിൽ ഭരണാധികാരികളെ ഒന്നുകിൽ ഡൽഹിയിലെ തമ്പുരാക്കന്മാർക്ക് ഇടതുപക്ഷ എംഎൽഎ ആയിരുന്ന സിപിഎമ്മിന്റെ പ്രമുഖ നേതാവ് കൂടിയായിരുന്ന അഡ്വക്കേറ്റ് ഐഷ പോറ്റി ഇന്ന് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നാം നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ, എഐസിസിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ.സി. വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ, കേരളത്തിന്റെ ചുമതലയുള്ള ശ്രീമതി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ, കെപിസി അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സാന്നിധ്യത്തിൽ, മുൻ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ രമേശ് ചെന്നിത്തലയുടെയും കെ സുധാകരന്റെയും മുൻ അധ്യക്ഷന്മാരായ കെ മുരളീധരന്റെയും എംഎംഎസിന്റെയും യൂണിയൻ കൺവീനർ അടൂർ പ്രകാശിന്റെയും മറ്റ് നേതാക്കന്മാർ, എംപിമാർ, എംഎൽഎമാർ, ആയിരക്കണക്കിന് തൊഴിലാളികളുടെ മഹനീയമായ സാന്നിധ്യത്തിൽ ഈ മെമ്പർഷിപ്പ്, പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള പോരാട്ടത്തിൽ നമ്മളോടൊന്നിച്ചു നിൽക്കാൻ ശ്രീമതി ഐഷ പോറ്റി എടുത്ത തീരുമാനത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ബഹുമാന്യനും ആരാധ്യനുമായ എഐസിസിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ.സി. വേണുഗോപാൽ ശ്രീമതി ഐഷ പോറ്റിക്ക് ഷോൾ അണിയിച്ച് സ്വീകരിക്കും. ജയ് ജയ് കോൺഗ്രസ്! ജയ് ജയ് കോൺഗ്രസ്! ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഐതിഹാസികമായ ഈ സമരപ്പന്തലിൽ മറ്റൊരു വിസ്മയം കൂടി ഉണ്ടായിരിക്കും. ദീർഘകാലം സിപിഎമ്മിന്റെ എംഎൽഎ, മുതിർന്ന സിപിഎം നേതാവുമായ ശ്രീമതി ഐഷ പോറ്റി, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പുറത്തുള്ളപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും മൂത്ത സഹോദരിയെ പോലെ എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ശ്രീമതി ഐഷ പോറ്റി. അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാ മനസ്സുകളിൽ ആദരവുണ്ടാക്കിയ വ്യക്തിത്വമായിരുന്നു ശ്രീമതി ഐഷ പോറ്റി. അവരെടുത്ത വലിയൊരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുക എന്നുള്ളത്. അവരെ കോൺഗ്രസിന്റെ ഈ വലിയ തറവാട്ടിലേക്ക്, ഈ കുടുംബത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും ഇതൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ശ്രീമതി ഐഷ പോറ്റിക്ക് നൽകിയാണ്. അതിന് പ്രിയങ്കരനായ കെപിസിസിയുടെ